ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവരാണ് നമ്മൾ മലയാളീസ് എപ്പോഴും. ഇന്ന് അതിന് പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സാരി, ഒരു വെഡ്ഡിങ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റിംഗ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു റിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ബ്രൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ജ്വല്ലറീസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഓറഞ്ചിഷ് ഗോൾഡൻ കളറിൽ നിൽക്കുന്ന സാരിയാണ്. ഓറഞ്ച് കളറാണ് ബേസ് കളർ. അതിൻ്റെ ഉള്ളിൽ ക്ലോസറായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ പാറ്റേൺസിലാണ് വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഒരു സിഗ്സാഗ് പാറ്റേണും ഡോട്ട് ഡിസൈനും ത്രൂ ഔട്ട് ലൈനായിട്ട് പോകുന്നുണ്ട്. കൂടാതെ തന്നെ സെൻറ്റർ പോർഷനിലെല്ലാം തന്നെ മെടഞ്ഞതുപോലെ നിൽക്കുന്നൊരു ഡിസൈൻ സ്റ്റൈൽ. ഇതാണ് ആ സാരിയുടെ ത്രൂ ഔട്ട് ദ ബോഡിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടായിരിക്കും നമ്മൾ ഉടുത്ത് നിൽക്കുമ്പോൾ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിലിങ്ങിലോട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ മെഹന്തി അരച്ച് കഴിയുമ്പോൾ ഉള്ള ആ കളർ ഷെയ്ഡ് ഉണ്ടല്ലോ, അതിനകത്ത് ആ ഒരു റെഡ് ടിൻറ്റും കൂടെ ചേർന്ന് നിൽക്കുന്ന, വീഡിയോയ്ക്കകത്ത് കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ഷെയ്ഡാണ്. കാരണം ഇത് ഗ്രീനാണ് എൻ്റെ ബേസ് കളർ, നമ്മൾ ത്രെഡ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് വരുന്ന ഈ ഓറഞ്ചിഷ് കളറും കൂടെ മേർജ് ചെയ്ത് വന്നേക്കുന്ന കാരണം അതിനൊരു ടിൻറ്റ് ഓഫ് റെഡ് അല്ലെങ്കിൽ ഒരു ടിൻറ്റ് ഓഫ് മെറൂൺ ടിൻറ്റ് അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിലും നമ്മളിപ്പം ഇങ്ങനെ കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിലും ഫുൾ ബോർഡർ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരേപോലത്തെ തന്നെ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 2 ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. ആൻഡ് ആ ബോർഡർ ജോയിനിങ് പോർഷനിലെ ആ ഗോപി ഡിസൈൻസ് വന്നേക്കുന്നതും അതുപോലെ തന്നെ ഒരു ഫൈൻ ഡീറ്റെയിലിങ്ങോട് കൂടി തന്നെയാണ്. ആ ഒരു ജോയിനിങ്ങിനകത്ത് തന്നെ മേർജിങ് ഡിസൈൻസും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പർ പോർഷനിൽ ചെറിയ ബോർഡറാണ്, അപ്പോൾ അത് കാരണം നമുക്ക് ചോക്കർ ഡിസൈൻസ് ഇടുന്നവർക്ക് ചോക്കർ ഡിസൈൻസ് ഇടാം. കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പേൾസിൻ്റെയൊക്കെ ജ്വല്ലറീസ് ഇടുന്നവർക്ക് അങ്ങനെ ഇട്ടൊക്കെ വെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ കാണാം. കേട്ടോ, പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നതും ഇതേപോലെ തന്നെ മെടഞ്ഞ കുഞ്ഞ് ഡയമണ്ട് ഷേപ്സിലാണ് വന്നേക്കുന്നത്. ചെക്സ് തന്നെയായിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോർഡേഴ്സ് 3 ഡിസൈൻസാണ് ആ ബോർഡേഴ്സിനകത്ത് വന്നിട്ടുള്ളത്. ഒന്നൊരു ഷെൽ പാറ്റേൺ, ഒന്നൊരു സിഗ്സാഗ് പാറ്റേൺ, പിന്നെ വന്നേക്കുന്നത് നോർമലിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫ് പാറ്റേണിലുള്ള ജാലി ഡിസൈൻസും. ഇനി നമുക്കിതിൻ്റെ ബ്ലൗസ് കാണാം. ബ്ലൗസ് വന്നേക്കുന്നതും ഇതേപോലെ തന്നെയാണ് കേട്ടോ, സാരിയിലുള്ളതുപോലെ തന്നെ ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട്. ഇപ്പം ഒരു എൻഗേജ്മെൻ്റ് ഒക്കെയാണ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ക്ലാസി എലിഗൻറ്റ് ലുക്കിലാണ് ബ്രൈഡ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലൊരു ഓപ്ഷനുള്ള സാരിയാണ്. 8799 റേഞ്ചിൽ ബ്രൈഡൽ ലുക്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം പൊതുവേ അങ്ങനത്തെ ഒരു പ്രിഫറൻസ് വെക്കാറുമുണ്ട്. അപ്പം ഈ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ജസ്റ്റ് ഫോർ 8779. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ആണ്. ആൻഡ് കോഡ് വന്നിരിക്കുന്നത് GR143.